കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്തതിൻ്റെ ബാക്കി പോർഷനാണ് കേട്ടോ ഇന്നെടുക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് 1 2 3 4 കണ്ടോ, നേരെ ഓപ്പോസിറ്റ് എത്തി. ഒന്നുകൂടെ നമുക്ക് എടുത്ത് കാണിച്ചു തുടങ്ങാം. 1 2 3 4 ക്യൂ ആയിട്ട് 5 6 വീണ്ടും തുടങ്ങി കൊടുത്ത് 7 8. ഇനി മറ്റേ സൈഡ് 1 2 3 4 5 6 7 8. ഈ സ്റ്റെപ്പിൻ്റെ കയ്യും കാലും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. കൈ എങ്ങനെ എടുക്കണം ഞാൻ പറഞ്ഞുതരാം. 1 2 ചവിട്ടുന്ന കയ്യെ മലർത്തി അടുത്തത് തിരിച്ചു വരുമ്പോൾ മറ്റേ കൈ മലർത്തും. 1 2 3 4 5 ബാക്കിൽ കുത്തി 6 7 8 തിരിച്ചും 1 2 3 തിരിച്ചോ കൈ 5 6 7 8. ഒന്നാമത്തെ വരിയുടെ സ്റ്റെപ്പ് ആടണം പാടണം എന്നുള്ളതിൻ്റെ. അടുത്തത് ഇതല്ലേ, 2 കൈ ഉണ്ടാവും, എടുത്തോളൂ. 1 2 3 8 സ്റ്റെപ്പ് തന്നെ, 2 കൈ ഉണ്ടെന്ന് മാത്രം. നമ്മൾ നേരത്തെ ഒരു കൈ എടുത്തിട്ടുള്ളൂ, കൊട്ടി എന്നുള്ളൊരു വ്യത്യാസം. ഇനി ഇതൊന്നുകൂടി പറയാം. നമ്മൾ ഇത് ഒരു കൈ വെക്കുന്നതും 2 കൈൻ്റെയും വ്യത്യാസം എടുത്തു ഒന്നുകൂടി. 1 2 അതേപോലെ ഇപ്പോൾ ഒരു കൈ ഉള്ളെങ്കിൽ കളിക്കുന്ന പോലെ തന്നെ ഈ മലർത്തുന്നതിന് പകരം അവർ കൊട്ടി. ഇനി മറ്റേ സൈഡിലേക്ക് നമ്മൾ ഇതിൻ്റെ 2ാം കാലത്തിലാണ് വരിക, സ്പീഡ് വരും. അപ്പോൾ ഇതേ സ്റ്റെപ്പിൽ സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് പിന്നെ കാണിച്ചു കൊടുക്കാം. 3 4 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഇതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊന്നുകൂടി പറഞ്ഞുതരാം. വരും, ഈ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ലെഫ്റ്റ് മതി, സ്പീഡ് മതി, മറ്റേത് പറഞ്ഞു കളി. 1 2 3 4 5 കണ്ടോ, സ്പീഡ് കളിക്കുമ്പോൾ നമ്മൾ താഴ്ന്നതിൻ്റെ എണ്ണം കുറഞ്ഞു. അപ്പോൾ 1 കഴിഞ്ഞാൽ പിന്നെ 5 നമ്മൾ നിൽക്കുകയുള്ളൂ, പിന്നെ 7 താഴ്ന്നത്. അത് കഴിഞ്ഞിട്ട് കൊട്ടുമ്പോൾ മാത്രമേ താഴ്ന്നുള്ളൂ, കുത്തുകൾക്കൊന്നും താഴ്ന്നില്ല, കൊട്ടിന് മാത്രം. ഈ സ്പീഡ് ഒന്നുകൂടെ കാണിച്ചു കൊടുക്കുക. കാലും എല്ലാവരും ശ്രദ്ധിക്കണേ. 3 സ്റ്റാർട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഈ കുത്തുകളൊന്ന് കാണിക്കുക, ഒന്ന് തിരിഞ്ഞെന്ന് കളിക്കുമോ? ഒരാളെങ്കിലും കളിച്ചാലും മതി, ആ കുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് കുത്തണേന്ന് അറിയാൻ വേണ്ടിയിട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുക. 2 കൈയും കാലും സ്റ്റെപ്പും എല്ലാം. അപ്പം നമ്മൾ ഇങ്ങനെ കളിച്ച് വന്നില്ലേ, അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അതായത് മറ്റേ ഈ കാലിൻ്റെ നേരെ ഫ്രണ്ടിലേക്ക് കയറ്റി വെച്ചു. 1 2 സമത്തിൽ തന്നെ വെച്ചു. എന്നിട്ട് വീണ്ടും 1 2 3 4. ഇതാണ് സംഭവം. ഇതൊന്നുകൂടെ സ്പീഡിൽ നമ്മൾ കളിച്ച് പോവും. അപ്പോൾ ഞാൻ താളട്ട് തരാം. 3 4 1 2 1 2 3 4. ഇനി 1 2 3. കൈയില്ല, വെറുതെ കാല് മാത്രം. അപ്പം നമ്മൾ ബോഡി മൊത്തം ഇങ്ങനെ തളർത്തിയിട്ടിട്ടിരിക്കണം ഓരോ വണ്ണിനും. 3 4 1 2 3 1 2 3. ഇതാണ് ഒരു സംഭവം സ്റ്റെപ്പ്. നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി അടുത്ത ആടണം. പെയറായിട്ടുള്ളതാണ് വരുന്നത്, അത് നിങ്ങൾ പെയറായിക്കോളി. നമ്മൾ നേരത്തെ എടുത്ത സ്റ്റെപ്പ് പോലെ തൂശനിയിലൊക്കെ എടുത്തില്ലേ, അതേപോലെ 1 2 3 അവിടെ പോസ് ചെയ്ത് നിൽക്കുമെന്ന് മാത്രം. അപ്പോൾ എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ എടുത്ത് വരാം. 3 4 1 2 3 1 2 3 1 2 3 1 2 3 4. ഇത് നമ്മൾ ശരിക്കും തെച്ചിമന്താരം കണ്ടാൽ അറിയാം. തെച്ചിമന്താരത്തിൽ നമ്മൾ ഈ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇതേപോലെ തന്നെയാണ് വരുന്നത്, അടിക്കലാവുമെന്ന് മാത്രം. ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ അടിക്കലാവും. കാല് അത് തന്നെയാണ് തെച്ചിമന്താരത്തിൽ. അപ്പോൾ ഏതാ ഇപ്പം തൊട്ട് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും തെച്ചിമന്താരം. ശ്രദ്ധിച്ചോട്ടെ എല്ലാവരും. ഇതന്നെ ഒന്നുകൂടെ കാണിച്ചു കൊടുക്കാം. ഈ പോസ് ചെയ്യണത് തിരിയണം, അതെ. എന്നിട്ട് പിന്നെ വീണ്ടും പോസ് ചെയ്യും. ഞാൻ അങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ വന്ന് നിൽക്കാതെ കഴിഞ്ഞാൽ
പോസ് ചെയ്യണം. 1 2 3 4 1 2 3 1 2 3 1 2 3 1 2 3 4 1 2 3 1 2 3 4 1 2 3 4 1 2 3 4 ഇത്രയും കറങ്ങി തിരിഞ്ഞ് വരും. ഇത് ഈ സ്റ്റെപ്പുകളൊക്കെ ഇപ്പോൾ നമുക്ക് സിമ്പിളായി വന്നു തുടങ്ങി. കാരണം മറ്റത് കളിച്ചവർക്ക് ഇനി ഇതൊന്നും ബുദ്ധിമുട്ട് വരില്ല. ഈ എല്ലാ ചുവടുകളും നമ്മൾ പലതരത്തിലും എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു സ്റ്റെപ്പും കൂടെ വരും. നമുക്ക് പെയറായിട്ട് തന്നെ നിന്നിട്ട് ഈ കൊട്ടും നമ്മൾ കുറേ തവണ കളിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ അത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുന്നത് കാണിച്ചു കൊടുക്കാം. 3 4 1 2 3 4 നടന്നു പോയി 1 2 3 4 ക്രോസ് ചെയ്ത് തിരിച്ചിറങ്ങി അവിടെ തന്നെ നിന്നു. ഇനിയുണ്ട്. ഇനി വേറെ 8 സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ ഈ 8 സ്റ്റെപ്പ് നമ്മൾ കോമൺ സ്റ്റെപ്പല്ല, ഒന്ന് അടിച്ച് കറങ്ങി വരുന്ന സ്റ്റെപ്പ്. അതും ഫാസ്റ്റാണ് കേട്ടോ. 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 1 2 3 4 5 6. അതിന് 3ക്ക് താഴണ്ട, അത് 3ക്ക് താഴണ്ട, 5 മാത്രം താഴ്ന്നാൽ മതി. അപ്പോൾ ആയിക്കോട്ടെ. ഈ സ്റ്റെപ്പിന് നമ്മൾ 1 കഴിഞ്ഞാൽ പിന്നെ 3 താഴണ്ട, 5 കൊട്ടുമ്പോൾ താഴ്ന്നാൽ മതി കേട്ടോ. ഈ ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ താഴണ്ട ഇതിന്. അപ്പോൾ ഒന്നുകൂടി കളിച്ചു കൊടുക്കാം. 3 4 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഈ സ്റ്റെപ്പിന് ആ ഫ്ലോ കിട്ടാൻ ഇപ്പോൾ ഈ കുട്ടികൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്ന വഴിക്ക് അവരവിടെ ഇരിക്കും. അപ്പോഴേ ആ ഒരു ഫ്ലോ കിട്ടുള്ളൂ. അവിടെ അങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് ഇങ്ങനെ നിന്നതിന് ശേഷം ചിന്തിച്ച് നിന്നിട്ട് എടുക്കരുത്. അപ്പോൾ ഭംഗി ഫ്ലോ പോകും അതിൻ്റെ. ഇനി അതിനടുത്ത സ്റ്റെപ്പ് സ്ലോ. നമ്മുടെ കോമൺ 1 2 3 4 സ്റ്റെപ്പാണ് കേട്ടോ. 1 2 3 4 1 2 3 4. ഇത്രയായി കഴിഞ്ഞാൽ ഒരു സെറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഈ സ്ലോ സ്റ്റെപ്പും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. ഇനി നമുക്കിത് പാട്ടിൻ്റെ ഒപ്പം ഒന്ന് കളിച്ച് നോക്കാം. ഓക്കെ. പാടിക്കളിച്ചിടേണം കൈകൊട്ടി കളിയതു വേറെ വേണം. ഓണക്കളികൾ വേണം, മൂഞ്ഞാലു കെട്ടിടേണം. ഓണക്കളികൾ വേണം, മൂഞ്ഞാലു കെട്ടിടേണം. ആടേണം പാടേണം പോൽ പാടിക്കളിക്കേണം പോൽ. ആടേണം പാടേണം പോൽ പാടിക്കളിക്കേണം പോൽ. ആടേണം പാടേണം പാടിക്കളിച്ചിടേണം. ആടേണം പാടേണം പാടിക്കളിച്ചിടേണം. ആടേണം പാടേണം പാടിക്കളിച്ചിടേണം. കൈകൊട്ടി കളിയതു വേറെ വേണം. അപ്പോൾ ഈ സ്ലോ ഇങ്ങനെയല്ലേ ഇപ്പം സ്ലോ സ്റ്റെപ്പ് വെച്ചേ. ഇനി വീണ്ടും നമ്മൾ പെയറാവും. എന്നിട്ട് ഇങ്ങനെ കൊട്ടി അടിച്ച് പോണേ ആ സ്റ്റെപ്പ് കാണിച്ചു തരാം. ഇട്ടിത്തുപ്പല്ലുണ്ട് അങ്ങനത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇട്ടിത്തുപ്പൻ്റെ ട്യൂട്ടോറിയൽ കണ്ടാൽ മതി, അതിലുണ്ടാവും. 3 4 1 2 3 1 2 3 4 1 2 3 1 2 3 4 1 2 3 1 2 3. അടുത്തതിന് നിങ്ങൾ പെയറായി 2 3 1 2 3 4. ഇതാണ് ഒരു സ്റ്റെപ്പ്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ടുള്ളത് അത്തം മുതൽ ഒരു 10 ദിനം നാം ഒത്തൊരുമിക്കും പൂത്തിരുവോണം കഴിഞ്ഞാൽ വീണ്ടും ആ ഇംപ്രവൈസേഷൻ ആടേണം തുടങ്ങായി. അപ്പോൾ അത് ഓമനക്കുട്ടനിലൊക്കെ എടുത്ത സ്റ്റെപ്പ്. ഓമനക്കുട്ടൻ നമ്മൾ പഠിച്ചിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വിളക്കിന് നേരെ ആദ്യം കൈ കൊണ്ട് വയ്ക്കും. എന്നിട്ട് 1 2 കയറ്റി ചവിട്ടി 3 കഴിഞ്ഞാൽ വീണ്ടും വിളക്കിന് നേരെ എടുത്തു 2 കൊട്ട്.
ഇത്രയും വരെ കഴിഞ്ഞാൽ ഇനി നമ്മൾ ഫാസ്റ്റാണ് കേട്ടോ. അതായത് 1 2 3 1 2 3 1 2 ഇത്രയും വരെ സംഭവം കൊണ്ട് വരണം. അത് കാലും കൈയും എല്ലാം ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഈ ഒരു തവണ കൂടി കാണിച്ചു കൊടുക്കുക. 1 2 3 4 5 6 7 8. ഇനി 1 2 3 1 2 3 1 2 കഴിഞ്ഞാൽ പിന്നെ വിളക്കിന് നേരെ അടുത്ത സ്റ്റെപ്പ് കൂടി എടുക്കാം. 1 2 കൊട്ട് 1 2 1 2 3 4. ഒന്ന് ഫുൾ ഒറ്റയടിക്ക് കളിച്ച് പൊക്കോളൂ. 3 സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8. 1 2 3 1 2 3 1 2 1 2 1 2 3 4. ആ ഇനി സ്ലോയിൽ എടുത്തിട്ട് നമ്മൾ കറങ്ങും. ഒരെണ്ണം സൈഡ് കഴിഞ്ഞാൽ മറ്റേ സൈഡിലേക്ക്, എന്നിട്ട് വീണ്ടും ഫാസ്റ്റ് വരും. കാണിച്ചു കൊടുക്കാം. 3 4 1 2 3 4 1 2 3 4. ഒന്നുകൂടെ എടുത്താൽ മതി, ഒന്നുകൂടെ എടുത്താൽ മതി. അടുത്ത ഫാസ്റ്റ്. ഇങ്ങനെ പോയിട്ട് സ്ലോവിൽ നിന്നാ പിന്നെ അത്രേ ഉള്ളൂ. ആ സ്ലോ. 1 2 3 4 1 കറങ്ങും. 3 4. ഇനി സ്പീഡ്. 1 2 3 4 1 2 3 4 1 2 3 4. ഇതിലിപ്പോൾ കറങ്ങുന്ന സ്റ്റെപ്പുകളും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ ലാസ്റ്റ് എടുത്ത സ്റ്റെപ്പില്ലേ, അത് മാത്രം ഒന്ന് കാണിച്ചു കൊടുക്കുക. അതിൻ്റെ ചവിട്ടും ഒക്കെ ഒന്നെടുത്തോ. 1 2. അതായത് ഏത് കാലാണോ നമ്മൾ അകലെ വെക്കുന്നത് അതിൻ്റെ അടുത്തേക്ക് മറ്റേ കാല് കൊണ്ടുവന്ന് വെക്കും. ഒന്നുകൂടെ. 1 2 3 4. ഈ കൊട്ടുകളൊന്നും ഹൈറ്റ് കൂടരുത്. നമ്മൾ സ്വയം കൊട്ടുന്നതൊന്നും ഹൈറ്റ് കൂടരുത്. ഇനി ഇപ്പോൾ നമ്മുടെ പദം കഴിഞ്ഞു. ഇനി നമുക്കിത് പാട്ടിൻ്റെ ഒപ്പം ഒന്ന് കളിച്ചു നോക്കാം. മത്തം മുതലൊരു 10 ദിനം നാം ഒത്തൊരുമിക്കും പൂത്തിരുവോണം. അത്തം മുതലൊരു 10 ദിനം നാം ഒത്തൊരുമിക്കും പൂത്തിരുവോണം. ആടേണം പാടേണം ആർപ്പുവിളികൾ വേണം. ഓണക്കാലം നമ്മൾ ഘോഷിക്കണം. ഓണക്കാലം നമ്മൾ ഘോഷിക്കണം. നമ്മൾ ഘോഷിക്കണം. അടുത്തൊരു പാട്ടും ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.